നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഇന്നത്തെ എപ്പിസോഡിൽ ജ്യോതിഷി എന്ന കഥയാണ് നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജ്യോതിഷിയെ ഉപയോഗിച്ചപ്പോൾ അത് തനിക്ക് തന്നെ തിരിച്ചടിയായി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതിരുന്ന ജ്യോതിഷിക്ക് സംഭവിച്ചതെന്താണെന്ന് നമുക്കിവിടെ കാണാം. കഥയിലേക്ക് പോകാം. പാലക്കാട് ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ അട്ടപ്പാടിയുടെ ഹൃദയകവാടമായ അഗളിയിൽ കാട്ടുനായ്ക്കൻ സമുദായത്തിൽ ജനിച്ചൊരു കൊച്ചു സുന്ദരിയാണ് മൈലി. അച്ഛൻ പൊൻകുരിശും അമ്മ വെള്ളിയച്ചിയും വളരെ താലോലിച്ചാണ് അവളെ വളർത്തിയത്. ആ നാടിൻ്റെ സൗന്ദര്യം മുഴുവൻ മൈലിക്ക് കിട്ടിയതാണോ എന്ന് നാട്ടുകാരും സംശയം പറയാറുണ്ട്. മലകളാലും പുഴകളാലും ചുറ്റപ്പെട്ട പ്രകൃതിരമണീയമായ അഗളിയിൽ ഉള്ളവർ പൊതുവെ അനുഷ്ഠാനങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മുഴുകി ജീവിക്കുന്നവരാണ്. അന്ധവിശ്വാസം ജീവിതത്തിൽ നിന്ന് അടർത്തിക്കളയേണ്ട ഒരു അനാചാരമാണെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരോട് അത് പറയാൻ ആർക്കും ധൈര്യവുമില്ല. കുപ്പുച്ചാമി എന്ന ഒരു വലിയ ജ്യോതിഷിയാണ് ആ നാട്ടിലെ പ്രമുഖൻ. ആ ദേശത്തെ ഓരോരുത്തരും ഇരിക്കാനോ ചലിക്കാനോ തുനിയണമെങ്കിൽ കുപ്പുച്ചാമി പറയണം. നാട്ടിലെ ഓരോരുത്തരുടെയും രാശി തീരുമാനിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യോതിഷത്തിൽ കൂടിയാണ്. അവിടെയും ഇവിടെയും കൊച്ചു കൊച്ചു ജ്യോതിഷികൾ കൂണുപോലെ മുളച്ചു പൊന്താൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും കുപ്പുച്ചാമി ഒന്ന് അമർത്തി മൂളിയാൽ മറ്റുള്ളവർ പ്രവർത്തന സ്ഥലം മാറ്റിപ്പിടിക്കും. അങ്ങനെ അഗളിയുടെ ആസ്ഥാന ജ്യോതിഷി എന്നും കുപ്പുച്ചാമി മാത്രമായിരുന്നു. മൈലിയുടെ ജാതകം കെങ്കേമമാണെന്ന് കുപ്പുച്ചാമി പണ്ടേ പ്രവചിച്ചിരുന്നു. കുട്ടിക്കാലത്തെ അവളുടെ കിളിക്കൊഞ്ചൽ പോലും അവിടുത്തെ സ്ഥലങ്ങളിലെല്ലാം പ്രസിദ്ധമായിരുന്നു. അത്രയ്ക്ക് ഓമനത്തും തുളുമ്പുന്ന കുട്ടിയായിരുന്നു അവൾ. നന്നായി പഠിക്കാനും പാടാനും ആടാനും ഒക്കെയുള്ള കഴിവ് മൈലിക്ക് ഉണ്ടായിരുന്നു. അവൾ വളർന്ന് മിടുക്കിയായി വന്നു. ചെറിയ ക്ലാസ്സുകളിൽ ഊരിനടുത്തുള്ള പ്രൈമറി സ്കൂളിലും പിന്നെ മുതിർന്ന ക്ലാസ്സുകളിൽ ദൂരെയുള്ള ഹൈസ്കൂളിലും പഠിച്ചു. മിടുക്കിയായി മൈലി +2 ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. ഒരു ഡോക്ടറാകാനുള്ള ആഗ്രഹം കുഞ്ഞിലേ മനസ്സിലുണ്ടായതാണ്. അതുപ്രകാരം പഠിച്ച് നല്ല മാർക്ക് വാങ്ങി. ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മെഡിസിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. സാധനങ്ങൾ വിൽക്കാനല്ലാതെ മറ്റൊരാവശ്യത്തിന് പോലും പൊൻകുരിശി ഊരിന് പുറത്ത് പോയിട്ടില്ല. അതുകൊണ്ട് അഡ്മിഷനും കൗൺസിലിങ്ങിനും ഒക്കെ മൈലിയുടെ കൂടെ പോയത് അവിടുത്തെ വാർഡ് മെമ്പറാണ്. കോളേജ് തുറക്കാൻ സമയമാകുന്നതേയുള്ളൂ. പോകാനുള്ള കാര്യങ്ങളും കൊണ്ടുപോകാനുള്ള സാധനങ്ങളുമൊക്കെ മൈലി ഓരോന്നായി അടുത്തടുപ്പിച്ച് വരികയായിരുന്നു. വളർന്നു വരുന്ന സുന്ദരിയായ മൈലിയെ സ്വന്തമാക്കാൻ കൊതിക്കാത്ത യുവാക്കൾ ആ നാട്ടിൽ ആരുമില്ല. അക്കൂട്ടത്തിൽ കുപ്പുച്ചാമിയുടെ മകൻ ഗോവിന്ദനുമുണ്ട്. പക്ഷേ മൈലി ആരെയും കൂസാക്കാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കാട്ടുതേനും മരുന്ന് ചെടികളും കാടിനുള്ളിൽ പോയി ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതോടൊപ്പം മുള കൊണ്ട് കുട്ടയും പായയും ഉണ്ടാക്കുന്നതും മൈലിയുടെ വീട്ടുകാരുടെ ജീവിതമാർഗമാണ്. ഒറ്റപുത്രിയുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാൻ അവർ ഒരുക്കവുമാണ്. മൈലി പഠിക്കാനായി പട്ടണത്തിൽ പോയാൽ പിന്നെ തങ്ങൾക്ക് അവളെ നഷ്ടപ്പെടുമെന്ന ഊരിലെ യുവാക്കളുടെ മനസ്സിലിരിപ്പ് എങ്ങനെയും അത് തടയിടാനായിട്ട് തീരുമാനിച്ചു. അവർ അതിന് ഗോവിന്ദനെ ഉപദേശിച്ചു. നിൻ്റെ അപ്പ വിചാരിച്ചാൽ മാത്രമേ ഇവളെ ഇവിടെ നിർത്താൻ പറ്റൂ. നമുക്കാർക്കും അവളെ കിട്ടാതെ പോകുന്നത് കഷ്ടമല്ലേ? അവർ ഓരോരുത്തരും സ്വയം ചിന്തിച്ചു. അങ്ങനെ നാട്ടിലെ പലരുടെയും ഗൂഢാലോചനകൾക്കൊടുവിൽ കുപ്പുച്ചാമി പൊൻകുരിശിൻ്റെ വീട്ടിലേക്ക് ആളെ അയച്ചു. ഉടനെ വന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞു. കേട്ടപാടെ പൊൻകുരിശ് അന്ധാളിച്ചു. കാരണം വീട്ടിലെ പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തെ കാണാൻ പോയാൽ തിരക്ക് കാരണം കാണാൻ പറ്റാറില്ല. ഇപ്പോൾ തന്നെ അങ്ങോട്ട് വിളിപ്പിക്കുന്നു. കാര്യം എന്താണാവോ? തിരക്ക് പിടിച്ച് പൊൻകുരിശ് കുപ്പുച്ചാമിയുടെ വീട്ടിലെത്തി. അപ്പോഴാണ് പൊൻകുരിശ് വിവരങ്ങൾ അറിയുന്നത്. ഈ ഊരിനെ ബാധിക്കുന്ന എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ കവിടുന്നിരുത്തിയപ്പോൾ തെളിഞ്ഞു. കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്. മൈലി ഊരിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ആകെ ദോഷങ്ങൾ വന്നു ഭവിക്കും. ഊരിനെ ബാധിക്കുന്ന പല അത്യാപത്തുകളും കവിടുന്നിരുത്തിയപ്പോൾ തെളിഞ്ഞു വന്നു. മൈലി ഈ ഊരിൻ്റെ വിളക്കാണ്, ഊരിൻ്റെ ദേവത, സാക്ഷാൽ അമ്മ, കാവലാൾ. അതുകൊണ്ട് വലിയ ചടങ്ങുകളും പ്രാർത്ഥനകളും ബലികളും ഒക്കെയായി ഒരു ചടങ്ങിൽ വെച്ച് അവളെ ഊരുമാതാവായി അവരോധിക്കണം. ഇത് കേട്ടപാടെ പൊൻകുരിശ് ആശങ്കയിലായി. പിന്നെ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. തൻ്റെ മകൾ ഊരുമാതാവാകാൻ പോകുന്നതിൽ അഭിമാനം കൂടിയല്ലേ? കുപ്പിച്ചാമി പറഞ്ഞതെല്ലാം കേട്ട് ഓടിക്കിതച്ച പൊൻകുരിശ് വീട്ടിലേക്കെത്തി. ഹോസ്റ്റലിൽ മകൾക്ക് കൊടുത്തുവിടാനുള്ള പുളിയിഞ്ചിക്കറിയും കാട്ടുമുളക് കുഴമ്പും
വെടിയിറച്ചിയും കുരുമുളക് ഉലർത്തും ഒക്കെ തയ്യാറാക്കുകയായിരുന്നു വെള്ളിയച്ചി. അടുപ്പൻകരയിൽ വെച്ചിരുന്ന സാധനങ്ങൾ അടുക്കുകയായിരുന്നു മൈലി. അമ്മയും മോളും കാര്യങ്ങൾ പറഞ്ഞ് അടുക്കള ഭാഗത്ത് നിൽക്കുമ്പോഴാണ് പൊൻകുരിശ് കിതച്ചുകൊണ്ട് ഓടി ചെല്ലുന്നത്. ശ്വാസം കിട്ടാതെ ഒരു കണക്കിന് കുപ്പിച്ചാമി കബഡിയിൽ കണ്ട കാര്യങ്ങൾ പൊൻകുരിശ് വീട്ടിൽ പറഞ്ഞൊപ്പിച്ചു. അമ്മയ്ക്കും മോൾക്കും ഒന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് പിരാന്താ? എന്താണ് മൂപ്പിന്നെ? ഭാര്യ ദേഷ്യപ്പെട്ടു. അപ്പാ, ജ്യോതിഷി ഊരുകാവലിന് വേറെ ആളെ നോക്കിക്കോട്ടെ എന്ന് മൈലി ഒറ്റ ശ്വാസത്തിൽ തിരിച്ചു പറഞ്ഞു. പാവം പൊൻകുരിശ് നിശബ്ദനായി. അപ്പാ, അപ്പയുടെ മോള് വലിയ ഡോക്ടറായി ഈ ഊരിൽ തന്നെ തിരിച്ചു വരും. അതല്ലേ അപ്പയ്ക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്? മൈലി അപ്പയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു. അപ്പയും അമ്മയും കൂടി അടുത്ത ദിവസം തന്നെ വാർഡ് മെമ്പറുടെ കൂടെ മൈലിയെ കോളേജിൽ ചേർക്കാൻ കൊണ്ടുപോയി. അവളെ ഹോസ്റ്റലിലാക്കി തിരിച്ചു പോന്നപ്പോൾ രണ്ടുപേരുടെയും സങ്കടം അണപൊട്ടി ഒഴുകി. എല്ലാം ഇന്നലത്തെ പോലെ ഇരിക്കുന്നു. പഠിച്ച് മിടുക്കിയായി മൈലി ആദിവാസ ഊരിലെ ആദ്യത്തെ ഡോക്ടറായി. തുടർന്ന് ഗവൺമെൻറ് സർവീസിൽ തന്നെ ഡോക്ടറായിട്ട് അവൾക്ക് ജോലിയും കിട്ടി. അപ്പായിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ മൈലി മറന്നില്ല. അട്ടപ്പാടി പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ജോലിക്കായി അവൾ എഴുതി കൊടുത്തു. അവിടെ ഡോക്ടറായി ജോലിക്ക് ചേർന്നു. അഭിമാനത്തോടെ പൊൻകുരിശും ഭാര്യയും കടവുളിന് നന്ദി പറഞ്ഞു. ദിവസവും മകളുടെ സേവനം ലഭിക്കുന്നത് ഈ ഊരിലെ തന്നെ 100 കണക്കിന് പാവപ്പെട്ട ആദിവാസികൾ കാണുന്നതിൽ അവർ ഏറെ അഭിമാനിച്ചു. ഒരു ദിവസം സ്ഥലം ജ്യോതിഷി കുപ്പിച്ചാമിക്ക് പെട്ടെന്ന് വയ്യാതായി. എല്ലാവരും കൂടി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഹൃദയം നിലച്ചതുപോലെ ബോധം കെട്ടിരുന്നു. ഭാഗ്യത്തിന് സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഡോക്ടർ മൈലി ശക്തമായി അദ്ദേഹത്തിന് CPR കൊടുത്തു. വേണ്ട പ്രാഥമിക ശുശ്രൂഷകളെല്ലാം ചെയ്തു. ഭാഗ്യത്തിന് കുപ്പിച്ചാമി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കണ്ണു തുറന്നപ്പോൾ ഡോക്ടർ മൈലി അടുത്തു തന്നെ നിൽക്കുന്നു. അദ്ദേഹം വിറയാർന്ന തൻ്റെ കൈകൾ നീട്ടി മൈലിയുടെ കയ്യിൽ പിടിച്ചു. തുടർന്ന് കുപ്പിച്ചാമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത് കണ്ട് ഡോക്ടർ മൈലി അദ്ദേഹത്തിൻ്റെ തലയിൽ തടവിക്കൊണ്ട് ആശ്വസിപ്പിച്ചു. ക്ഷീണിച്ച് ബലഹീനനായി വിറയാർന്ന ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, മോളെ, നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. നീ എൻ്റെ മാത്രമല്ല, ഈ ഊരിൻ്റെ മൊത്തം കാവൽ മാലാഖയാണ്. ആ ശബ്ദത്തിലും വാക്കുകളിലും കണ്ണുകളിലും നിന്ന് ഡോക്ടർ മൈലി പഴയ കാര്യങ്ങൾ പലതും വായിച്ചെടുത്തു. കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.